അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ഇടവക വികാരി റവറൻഡ് ഫാദർ ആന്റണി സീവർ തറയിലിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട രാജീവച്ച, സ്നേഹമുള്ള അഡ്വക്കേറ്റ് ശ്രീമതി ശാലിക ബോബൻ, പാഷനിസ്റ്റ് അൽമായ സഭയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അന്നിച്ചേട്ട സിജി, അൽമായ സഭാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഒരു വീട് വെച്ചിരിക്കാൻ പോയിരുന്നു. വീട് വെച്ചിരിച്ചു കഴിഞ്ഞ് ചായ കുടിച്ചു വരുന്നപ്പോൾ മതിലുള്ള ഒരു ഫോട്ടോ ഞാൻ കാണാനിടയായി. കഴിഞ്ഞ വർഷം പാരീസ് ഡേ ആഘോഷിച്ചപ്പോൾ ആ വീട്ടിലത്തെ മകൾ മാതാപിതാക്കളുടെ ചിത്രം വരച്ചു കൊടുത്ത ഒരു പോർട്രേറ്റാണ്. ഹൃദയത്തിൻ്റെ ഫോട്ടോ ഒരു സൈഡുണ്ട്, മറ്റൊരു സൈഡാണ് ഇതവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഞാൻ കഴിഞ്ഞ വർഷം കണ്ടൊരു ഫോട്ടോയാണല്ലോ. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ്, അതേ അച്ഛാ, മോള് നന്നായിട്ട് വരയ്ക്കും. അവൾ ഇത്രയും വർഷം വരച്ചിട്ടും ഞങ്ങളുടെ ഫോട്ടോസ് ഇതിൽ വരച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഫോട്ടോ വരച്ച് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പാരീസ് ഡേ ആഘോഷിച്ചപ്പോൾ പലരും സമ്മാനങ്ങൾ വാങ്ങിച്ചൊക്കെ കൊടുത്തു. പക്ഷെ ഇവരുടെ കഴിവ് മനസ്സിലാക്കിയത് കൊണ്ട് വരച്ച് കൊടുത്ത ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, മാതാപിതാക്കൾ എൻ്റെ കൂടെ പറയുകയുണ്ടായി, ഏത് കാര്യത്തിനും ഇവിടെ ഓടി വരും. തീർച്ചയായിട്ടും അവർ സ്നേഹം അനുഭവിച്ചറിയുന്ന ഒരു കുടുംബമാണ്. അപ്പനാണെങ്കിൽ ഡയാലിസിസിൻ്റെ ഒരു സ്റ്റേജിലാണ്, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അദ്ദേഹം ആ ഫോട്ടോ നോക്കി ഇങ്ങനെ ഒരു പുഞ്ചിരിയും ഒരു പ്രതീക്ഷയുള്ള ഒരു മുഖമാണ് ഞാൻ കാണുന്നത്. അതേ സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്. ചില അവസരങ്ങൾ അത് പ്രകടിപ്പിക്കുന്നില്ല. ഇന്ന് മരുമകൾ എന്നീ പ്രോഗ്രാം ഇവിടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാവുകയാണ് നമ്മുടെ ഈ സംഗമം. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, എല്ലാവരുടെ മുമ്പിലും ഞാൻ എൻ്റെ മരുമകളെ ചേർത്ത് പിടിക്കുന്നു. ഒരു ദിവസവും കാണുന്ന മരുമകളോട് ഞാൻ ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാകുകയില്ല. പക്ഷേ എല്ലാവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ സ്നേഹം ഒരു കൊച്ചു സമ്മാനത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനത് പ്രകടിപ്പിക്കുമ്പോൾ ഒത്തിരിയേറെ ഒരു അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. മകളാണെങ്കിലും ഒരു വിവാഹം കഴിഞ്ഞ് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ കൊച്ചുപ്രായത്തിൽ അവരെ എടുത്തുകൊണ്ട് നടന്നത്, ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുത്തത്, അതൊന്നും അവർ വളർന്നു കഴിയുമ്പോൾ സാധ്യമായെന്ന് വരികയില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു കൊച്ചു സമ്മാനം കൊടുക്കുകയും അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ആ സമ്മാനം നമ്മൾ എന്തെങ്കിലും തിരിച്ച് നോക്കുമ്പോൾ, ഞാൻ ആ വീട്ടിലെ കണ്ട ഫോട്ടോ പോലെ മാതാപിതാക്കൾ അത് നോക്കി ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ്. ഓരോ പ്രാവശ്യവും അവർ കാണുമ്പോൾ അവരുടെ മകളുടെ സ്നേഹമാണ് ഒരു അനുഭവമായിട്ട് അവർ മനസ്സിൽ തോന്നുന്നത്. അതെ, അതാണ് നമ്മൾ ഇന്നും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും ഒരു അനുഭവം, സ്നേഹത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് മറയാത്ത ഒരു ചിന്തയായിരിക്കും, ഒരു ഓർമ്മയായിരിക്കും. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക ബന്ധങ്ങളിലൂടെ വളർന്നു വരാനുള്ള ഒരു സാധ്യതയും ഇതിലൂടെ കടന്നു വരികയാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ കൂട്ടായ്മ എന്ന് വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയാണ്.